ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജു ഒബിയസ്. UGCയുടെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെയും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അവരുടെ ഡിഗ്രി എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ ചില സപ്ലി കാരണത്താലോ എന്തെങ്കിലും പ്രശ്നം കാരണത്താൽ ഇത്ര വർഷം കഴിഞ്ഞാൽ എഴുതാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിനൊരു പരിഹാരം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരിഹാരം കൂടി വന്നിട്ടുണ്ട്. അത് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഇന്നത്തെ നമുക്കറിയാം, പത്രത്തിലെല്ലാം UGCയുടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. UGC ചെയർമാൻ അറിയിച്ചിട്ടുള്ളത് 3 വർഷത്തെ ഡിഗ്രിയോ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രിയോ ആണെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരുപാട് സമയത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ചില വിദ്യാർത്ഥികൾക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതനുസരിച്ചുകൊണ്ട് 2 രൂപത്തിലാണ് ആക്കിയിട്ടുള്ളത്. ഒന്ന് പറയുന്നത് ആക്സിലേറ്റഡ് ഡിഗ്രി പ്രോഗ്രാമും അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് ഡിഗ്രി പ്രോഗ്രാമും. ആദ്യമായിട്ട് നാം പറയുന്നത് EDP യെ കുറിച്ചിട്ടാണ്, എക്സ്റ്റെൻഡഡ് ഡിഗ്രി പ്രോഗ്രാം. അതായത് ഒരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര വർഷം വരെയും അത് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കൂടുതൽ സമയം എടുത്ത് പഠിക്കാൻ പറ്റും. ചില വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രത്യേകിച്ച് ഗൈഡ് ലൈൻസ് ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് ഇനി എന്ത് ചെയ്യും, UGC പുറപ്പെടുവിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആക്സിലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം. അതായത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത കോഴ്സിലേക്ക്, PG കോഴ്സിലേക്കോ അല്ലെങ്കിൽ അടുത്ത ജോലിയിലേക്കോ നിങ്ങൾ പോകാൻ സാധിക്കും. അപ്പോൾ 3 വർഷത്തെ കോഴ്സ് മാക്സിമം 2 വർഷത്തിലേക്കും അതുപോലെ തന്നെ 4 വർഷത്തെ കോഴ്സ് 2 വർഷത്തിലേക്ക് ചുരുക്കിക്കൊണ്ട് പെട്ടെന്ന് ആക്സിലറേറ്റർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചാൽ, 1ാം സെമസ്റ്ററിന്റെ അവസാനത്തോ അല്ലെങ്കിൽ 2ാം സെമസ്റ്ററിന്റെ അവസാന ഭാഗത്തോ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ADP അഥവാ ആക്സിലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം അഥവാ 3 വർഷത്തെ കോഴ്സ് 2 വർഷമായിക്കൊണ്ടോ, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഡിഗ്രി പ്രോഗ്രാം അതായത് 3 വർഷത്തെ കോഴ്സ് നിങ്ങൾ എത്ര ഇയർ എടുത്തിട്ടും മാക്സിമം കൂടുതൽ ഇയർ എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടും കുട്ടികൾക്ക് ഉണ്ടാവില്ല, സ്റ്റുഡൻസിന് ഉണ്ടാവില്ല. അതായത് സാധാരണ ഡിഗ്രി പഠിക്കുന്ന അതേ സിലബസ് തന്നെ ആയിരിക്കും പഠിക്കാനുണ്ടാവുക, അതേ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, അതേ എക്സാം ആണ് ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്ന കാര്യം, ഒരുപാട് വർഷം കൂട്ടുന്ന സമയത്ത് അവരുടെ ക്രെഡിറ്റ് ഉണ്ടാവും. ആ ക്രെഡിറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, കുറച്ച് തരും. അതുപോലെ തന്നെ 3 വർഷത്തെ കോഴ്സ് 2 വർഷം ചെയ്യുന്ന കുട്ടികൾക്ക് 1ാം സെമസ്റ്ററിന് ശേഷമോ അല്ലെങ്കിൽ 2ാം സെമസ്റ്ററിന് ശേഷമോ എന്ത് ചെയ്യും, അതിന്റെ ക്രെഡിറ്റ് കൂട്ടിക്കൊടുക്കും. അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം UGC പുറപ്പെടുവിക്കും. അപ്പൊ എല്ലാവർക്കും സന്തോഷ വാർത്തയാണ്. കാരണം ഒരുപാട് പേര്, നമുക്കറിയാം, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, മറ്റുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള 3 വർഷത്തെ കോഴ്സ് 2 വർഷമായിക്കൊണ്ട് നിങ്ങൾക്ക് ലാഭിക്കാനും പറ്റും. അപ്പോൾ നല്ലൊരു UGCന്റെ നല്ലൊരു ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഉപകരിക്കും. അതുപോലെ തന്നെ കുറച്ച് ദിവസത്തിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയിക്കുകയും ചെയ്യും. സോ ഫോളോ അപ്പ് ആൻഡ് താങ്ക് യു ആൾ.